എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? ലോറി പോയോ? ലോറി വരുമോ ഇനി? ലോറി വരുമോ? മോൻ ലോറി കയറിയോ? ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? അയാളെതിന് കയറുവോ? പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ? പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ? ഇത് അർജുൻ്റെ വീട്ടിലാണ് കേട്ടോ. അർജുൻ്റെ മോനാണ്, അർജുൻ്റെ മോൻ അയൻ. ഓക്കെ, ഈ വീഡിയോ ഞാൻ കാണിച്ചത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അർജുന് എല്ലാവർക്കും അറിയാലോ, അതായത് കോഴിക്കോടുള്ള അർജുന് ഇങ്ങനെ ഒരു അപകടം പറ്റി. അപകടം മീൻസ് ആൾ ഈ പറഞ്ഞ കർണാടക ശിരൂർ പോയിട്ട് കാണാതായ സംഭവം. ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാര്യം അപ്ഡേഷൻ ഇല്ല, ഒരു കാര്യം അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആൾ വാനിഷാണ്. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് മീഡിയക്കാർ, പത്രക്കാർ, ഇവരൊക്കെ യൂട്യൂബേഴ്സ്, ഇവരൊക്കെ ചെന്നിട്ട് ഈ അർജുൻ്റെ വീട്ടിൽ ചെല്ലും. സ്വാഭാവികമായിട്ട് അവർക്ക് ബൈറ്റ് എടുക്കണം, വീഡിയോ ചെയ്യണം. കാരണം ഇതൊരു ഹോട്ട് ന്യൂസാണ്. അതുപോലെ തന്നെ ഈ ന്യൂസ് വാർത്തയാക്കിയാൽ അവർക്ക് റീച്ച് കിട്ടും, അവർക്ക് പോപ്പുലർ ആവാം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വിഷയം എടുത്ത് നോക്കിയാലും ഈ മീഡിയയുടെയും മാധ്യമത്തിൻ്റെയൊക്കെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അത് ചെറിയ വിഷയം അവർ വലുതാക്കും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, അത് അംഗീകരിക്കുന്ന കാര്യമാണ്, അങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം, പത്രക്കാരുടെ മീഡിയയുടെ തള്ളിക്കയറ്റം കൊണ്ട് കുറേ പേർക്ക് നല്ലതും ഉണ്ടായിട്ടുണ്ട്, കുറേ പേർക്ക് ദോഷവും ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. സംഭവം പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ, യൂട്യൂബേഴ്സ്, മീഡിയക്കാരൊക്കെ ഈ അർജുൻ്റെ വീട്ടിൽ ചെല്ലുകയും അർജുൻ്റെ വൈഫായിട്ട് സംസാരിക്കുകയും അമ്മയിൽ സംസാരിക്കും, അച്ഛൻ സംസാരിക്കും. ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനേ താല്പര്യം ഉണ്ടാവില്ല ഈ വിഷയത്തെക്കുറിച്ച്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ പൊതുവേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടെ എനിക്ക് സത്യം പറഞ്ഞാൽ യോജിപ്പ് വളരെ കുറവാണ്. കാരണം ഒരു വിഷമഘട്ടത്തിൽ ആർക്കാണെങ്കിലും ഉത്തരം പറയാൻ പറ്റില്ല മെയിനായിട്ട്. ഇപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം, ഇവിടെ എന്ത് നടന്നാലും ഇവരെ കേസ് എന്നല്ല, നമ്മളെ നാട്ടിൽ കൊന്നാലും അല്ലെങ്കിൽ ആൾ മരിച്ചാലും ഇതൊന്നും വിഷയമല്ലാതെ കുറേ ആൾക്കാർ വീട്ടിൽ തന്നെ കയറി ചെല്ലുക, റൂമിൽ കയറി ചെല്ലുക, കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, ഇതൊക്കെ എന്തോ ഒരു രസമാണ് ആൾക്കാർക്ക് രസമാണ്. ഈ മാധ്യമക്കാരെ പറഞ്ഞാൽ മതി. സത്യത്തിൽ ഇവർക്ക് ഒരു അന്തുമില്ല, ഒരു കുന്തുമില്ല, അതാണ് സത്യം. അപ്പോൾ എത്ര പേർക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ആ വീട്ടിലുള്ള ആൾക്കാർക്ക്, അതുപോലെ ഈ പറഞ്ഞ കുടുംബക്കാർക്ക്. ഇവർക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ. ഇതൊന്നും ആരും ഓർക്കണില്ല. ഇത് അവനവൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരാൾ മയക്കം കൊണ്ട് വരുമ്പോൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ക്യാമറയും പിടിച്ച് വരും മനസ്സിലാക്കുക എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു വീഡിയോ കാണിച്ചില്ല നിങ്ങൾക്ക്. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി, ആരാന്ന് നമുക്കറിയില്ല, എന്തായാലും അവളൊരു മാധ്യമ പ്രവർത്തക, യൂട്യൂബ് ചാനൽ നടത്തുന്ന ആരോ ആണ്. അവർക്ക് എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയുണ്ട് സത്യത്തിൽ. വീഡിയോ കാണിച്ചില്ലേ? ആ പെൺകുട്ടി ആരോന്നും അറിയില്ല, യൂട്യൂബർ ആവാം, മീഡിയക്കാരി ആവാം, അല്ലെങ്കിൽ പത്രക്കാരി ആവാം, വട്ടവർ. അവർ ഈ അർജുൻ്റെ വീട്ടിൽ ചെല്ലുകയും ബൈറ്റ് എടുക്കുകയും അതിനുശേഷം ആ കുട്ടീനെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നണം എന്നൊന്ന് പറയാം, കമൻറ്റ് ചെയ്തോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം തോന്നി. കാരണം ആ കുട്ടിയോട് എന്തിനാ ആ മാതിരി ചോദ്യങ്ങൾ ചോദിക്കണം? ലോറി പോകണോ? അച്ഛനെവിടെ പോയി? അച്ഛനല്ല, പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടീനെ ബുദ്ധിമുട്ടിക്കുക. ചിലപ്പോൾ ആ കുട്ടിക്ക് ഇതൊന്നും അറിയുണ്ടാവില്ല, പക്ഷേ ഇത് കാണുന്ന ആ വീട്ടിലുള്ള വേറെ ആൾക്കാരില്ലേ, ആ കുടുംബക്കാർ അടുത്തൊരാളിരിക്കുന്നുണ്ട്, ഞങ്ങളെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ അടുത്തുള്ള ആൾ, അപ്പുറത്തുള്ള ആൾക്കാർ, ഇതൊക്കെ കാണുന്ന ഇവരുടെ കുടുംബക്കാർ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ്. ഇവർക്കിത് വിഷമം ഉണ്ടാവും. പപ്പ ലോറി പോയോ, പപ്പ ഇങ്ങനെ ആ കുട്ടീനെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആയല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല ദേഷ്യം വരിക. ഒരു കുട്ടീനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നി.
കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ചിക്കും, പേര് ചോദിക്കും, മോന് പഠിക്കുകയാണോ, എന്തെങ്കിലുമൊക്കെ തമാശ കേൾക്കും. അതൊക്കെ ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ ചെയ്യാതെ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചൂടെ? ഈ വീഡിയോ ഒക്കെ ചെയ്ത് ആൾക്കാർ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് മനസ്സിലാക്കുക, അത് വളരെ മോശമാണ്. അത് ചോദിക്കുന്ന ചോദ്യങ്ങളോ, ലോറി പോയോ, പപ്പ എവിടെ പോയി, പപ്പ ചെക്കൻ്റെ പേരെന്താ, അയനോ, മോൻ അയൻ ലോറി കയറുമോ, ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഒന്നാമത് ഈ കുട്ടികളുടെ ഫോട്ടോസൊന്നും പൊതുവേ സോഷ്യൽ മീഡിയയിലൊന്നും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ബാല കമ്മീഷൻ്റെ ഒരു ഇത്. കാരണം ഈവൻ ദോ ഈ അർജുൻ കുട്ടിയുമായി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കുട്ടിയെ ഫോക്കസ് ചെയ്തിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കത് കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി. ഈ പറഞ്ഞ കുട്ടിയുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവം, ചേട്ടനോ ഭർത്താവോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാധ്യമക്കാർ വന്ന് ഈ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ചു. അപ്പോൾ കുട്ടീനെ പോലും വെറുതെ വിടണില്ല എന്നർത്ഥം. വീട്ടുകാരെ വെറുതെ വിടണില്ല, വേറെ കാര്യം. വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് മൈക്കും പിടിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന് പുറമെ ചെറിയ കുട്ടീൻ്റെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷെ എന്തായാലേ കഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി. അപ്പോൾ ഈ ചാനൽ ഏതാണോ അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തക ഏതാണോന്നും അറിയില്ല, ആ കുട്ടിയോടാണ് പറയാനുള്ളത്, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ വളരെ മോശമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം എന്തായി എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ വീട്ടുകാരുടെ അടുത്ത് കുറേ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് തോന്നിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിക്കുന്നു, അതിന് ശേഷം കുട്ടീൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ മോശമാണ്. കുട്ടികളെങ്കിലും ഒന്ന് വെറുതെ വിടുക, പോലെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഇത് കാണുന്ന വേറെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ വീട്ടുകാർ മാത്രമല്ല, അയൽവാസികൾ, കുടുംബക്കാർ, ഫ്രണ്ട്സ്, ഇതൊക്കെ അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം വളരെ വിഷമത്തിൽ നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. ആ സമയത്താണോ ഈ മാതിരി ചോദ്യങ്ങൾ കൊണ്ടുവരേണ്ടത്? മൈക്കും പിടിച്ചിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. ഇനി ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുക, എന്താ മോൻ്റെ പേരെന്താ, മോൻ പഠിക്കുകയാണോ, എന്തെങ്കിലുമൊക്കെ തമാശ ചോദിക്കുക. ഇത് ഇങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം, അതായത് ഈ പറഞ്ഞ അർജുൻ്റെ ബേസ് ചെയ്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണത്. കാരണം അവസ്ഥ മനസ്സിലാക്കണം, എന്താണ് അവിടെ നിൽക്കുന്ന അവസ്ഥ. അർജുൻ അവിടെ ഇല്ല. ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിനിറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക വളരെ മോശമാണ്. നിങ്ങളെ ചാനലിന് റീച്ച് കിട്ടാനോ പൈസ ഉണ്ടാക്കാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ കൂടുതലായിട്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഓരോ കാര്യത്തിലായാലും. അല്ലെങ്കിൽ നമുക്ക് റീച്ച് കിട്ടണം, പക്ഷെ നമ്മളത് ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് മാത്രമേ വീഡിയോ ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി കയറി ചെന്നിട്ട് ഇമാതിരി ചെറ്റത്തരം കാണിക്കരുത്, അത് വളരെ മോശമാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. അത് ആരാണെങ്കിലും. ഇതിപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ ഒരു യൂട്യൂബറും കൂടെ, ആ യൂട്യൂബറുടെ പേര് മറന്നു, അതിൽ പറഞ്ഞ യൂട്യൂബർ പറഞ്ഞ കാര്യമുണ്ട്. അത് അപ്പം അവൾക്ക് തോന്നിയൊരു ഐഡിയ ആണ്, അല്ലാതെ ഇപ്പോൾ ചാനലുകാർ ഉണ്ടാക്കിയ ഐഡിയ ഒന്നും അല്ല. അത് അവൾക്ക് തോന്നിയ ഐഡിയ. കുട്ടീനെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതങ്ങ് യൂട്യൂബിലിടുക, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടും എന്നുള്ളൊരു ഐഡിയ. റീച്ച് ആയല്ലോ ഇപ്പം എല്ലാവരും അറിഞ്ഞു, എല്ലാവരും കണ്ടും ചെയ്തു, നല്ല റീച്ചായല്ലോ അല്ലേ? ഇതാ കഥ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്, ചിന്തിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.